ഹായ്, വെൽക്കം ബാക്ക്. സാഹസം അതിസാഹസികമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് ഇന്നലെ സാഹസം എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയിട്ടുള്ളത്. വേറെ ഒന്നുകൊണ്ടല്ല, അഭിപ്രായങ്ങൾ നോക്കിയിട്ടില്ല, മറ്റ് റിവ്യൂ നോക്കിയിട്ടില്ല, കാര്യങ്ങൾ നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ഈവൻ ഈ സിനിമയുടെ ട്രെയിലറോ ടീസറോ ജസ്റ്റ് ഒരു പോസ്റ്റർ പോലും കണ്ടിട്ടില്ല. ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ഓക്കെ പോയി നോക്കാം, നല്ല പടമാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ട്രെയിലർ കണ്ടിട്ടുണ്ട് ആള്. ഇപ്പൊ റിവ്യൂ ഇയാളൊന്നും കണ്ടിട്ടില്ല. നമ്മൾ റിവ്യൂ നോക്കി വെച്ചാൽ റിവ്യൂ ഒന്നും നോക്കാതെ ജസ്റ്റ് കണ്ണും ചിമ്പി ഒറ്റ പോക്ക്. അത് ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊരു 4-5 പേരാണ് പടത്തിന് പോയിട്ടുള്ളത്. പടം കണ്ടു ആൻഡ് ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നത്. വേറെ ആരൊക്കെ ഇതിന്റെ റിവ്യൂ ഇട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഈ സമയത്ത് ഇരുന്നത് 100 പേരെങ്കിൽ 100 പേര് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാണണോ വേണ്ടേന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. സത്യത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ സ്റ്റോറി. ഒരു 3-4 ഗ്യാങ് ഉണ്ട്. ഈ 4 ഗ്യാങ്, അതിലൊരു 10-20 കഥാപാത്രങ്ങൾ, ഇത് ഓരോ ആളുകളെയും കണക്ട് ചെയ്ത് പറയാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കുറച്ചാൾ പോയി കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് എന്താണ് മൊത്തത്തിൽ കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. ആ സമയത്ത് ഇതിലെ ഒരു ബൈജു ചേട്ടന്റെ കഥാപാത്രം തന്നെ ചോദിക്കുന്നുണ്ട്, മൊത്തത്തിലൊരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ, ഇപ്പൊ ഇതാരാണ് എന്ന് അവരെന്നെ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ സമയത്ത് പ്രേക്ഷകൻ ഇത് ഫീൽ ചെയ്യും എന്ന് മുൻകൂട്ടി കണ്ടിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഇല്ലെങ്കിൽ സംവിധായകന്റെ ബ്രെയിൻ അത് ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ ഇതിലൊരു കഥാപാത്രം ഉണ്ട്, ഒരു തൊപ്പിട്ട് വരുന്ന കഥാപാത്രം. ഇയാൾ ആരാണിത് എന്ന് നമ്മൾ തോന്നുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇയാൾ കറക്റ്റ് ക്യാമറയ്ക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നല്ലേ ആ ഒരു സാധനം. മനസ്സിലായോ? അതായത് ഈ സമയത്ത് പ്രേക്ഷകൻ ഇങ്ങനെ ഫീൽ ചെയ്യും എന്ന് അവർക്ക് അറിയാം. അപ്പൊ നമുക്ക് അതിന് മനസ്സിലാവുന്നത് ഇവര് കുറെ സ്ക്രിപ്റ്റ് എഴുതിയ അവസാനം ഇവരുടെ കയ്യിൽ നിന്ന് പോയതല്ല, ഇവർ ഉദ്ദേശിച്ചത് ഇങ്ങനെ തന്നെയാണ്. എൻഡിലേക്ക് ഇവർ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും എന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ ഇത് കണക്ട് ആയി. പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് മേക്കിംഗ് സ്റ്റൈൽ. ചില ഫ്രെയിംസ് ഒക്കെ എന്ത് രസം അറിയും. ഇതിൽ ഭയങ്കര നടന്മാരുടെ വെച്ചാൽ നരയിനാണ് എല്ലാവർക്കും അറിയുന്നൊരു നടനുള്ളത്. പിന്നെ മറ്റേ ആ വില്ലനായിട്ട് വരുന്ന പുള്ളിക്കാരനും ഒക്കെ. പിന്നെ ബാബു ആന്റണി, എന്താ മനുഷ്യന്റെ ഓറ, എന്താ സ്വാഗ്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡാൻസർ, പുള്ളിന്റെ പേരെന്താണ്, റംസാൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ ഒപ്പമുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ഇതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ചപ്ലി കോമഡികളൊക്കെ ഉണ്ട്, പക്ഷെ അതും പ്രസന്റേഷൻ കൊണ്ട് നമുക്ക് രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 1-2 നല്ല രസമുള്ള കോമഡികളുണ്ട്, വളരെ ക്ലീശ ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് അതൊക്കെ പ്രസന്റ് ചെയ്യുന്ന രീതി കൊണ്ട് നമുക്ക് തിരക്കടില്ല എന്ന് തോന്നും. ഈ 1-2 സ്ഥലത്ത് മാത്രം അയ്യോ ഇതൊക്കെ എത്ര തവണ കണ്ടാണ് രീതിയിലൊരു സാധനങ്ങൾ വന്നു പോയി. അത് ഒഴിച്ചു നിർത്തിയാൽ ഗംഭീരമായിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ പോയി കണ്ടതുകൊണ്ടുള്ള ഫീലാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇതിന്റെ ചില സ്ലോമോ സീൻസും, അത് ഭയങ്കര വലിയ ബിൽഡപ്പ് കൊടുക്കേണ്ട കഥാപാത്രങ്ങളൊന്നും അല്ല, ബട്ട് അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന സ്ലോ മോഷനും അവിടുത്തെ ബി ജി എം ആൻഡ് മ്യൂസിക് എടുത്തു പറയണം. ഇതിലെ ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അത്ര ബെസ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ആണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഇംഗ്ലീഷ് പാട്ടുകളുടെ സാധനങ്ങളും ഇതൊക്കെ എടുത്തിട്ട് നല്ല ബീറ്റ്, നമ്മൾ കേട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാം. അതുപോലെ ചില സ്ഥലത്തൊക്കെ കോപ്പി പോലെ നമ്മൾ ഫീൽ ചെയ്തപ്പോൾ സീതാരാമത്തിലൊരു പാട്ടിന്റെ കോപ്പി പോലത്തെ ഒരു പാട്ട് ഫീൽ ചെയ്തു. അതുപോലെ ഇവിടെ അടുത്ത് വന്നിട്ടുള്ള ഈ മ്യൂസിക്കിലൊരു നാടൻ പാട്ട് ഒരു പരിപാടി ഉണ്ട്. 1-2 സിനിമയിൽ ഇത് ഇങ്ങനെ ചെറിയ ഷെയ്ഡ്സ് വന്ന് പോയിട്ടുണ്ട്. ആ സെയിം സാധനം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വരികൾ മാറിയത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത്, ഇതിന് ട്രെയിലർ കാണുന്ന സമയത്ത് ട്രെയിലറിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ട്രെയിലറിന്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന പാട്ടാണിത്, അത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സുഹൃത്ത്. ഉണ്ടെങ്കിൽ ആ പാട്ട് ഞാനത് എടുത്തു നോക്കിയിട്ടില്ല. ട്രെയിലറിൽ ആ സാധനം ഉണ്ടെങ്കിൽ ആ സാധനം തന്നെയാണ് പറയണത്. ആള് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആ സെയിം സാധനം തന്നെ ആയിരിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ആ ഒരു പാട്ട് ഉറപ്പില്ല കേട്ടോ, ആ പാട്ടാണെന്നാണ് ആള് പറഞ്ഞത്. ഞാൻ കണ്ട ഉറപ്പെനിക്കില്ല. ബട്ട് എന്തായാലും ഇതിൽ ആ പാട്ടുണ്ട്. കുറച്ചിപ്പോൾ എടുത്തു പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് നടത്തുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനൊരു സംഭവമാണ്. ഞാൻ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അജു വർഗീസിന്റെ ഒരു കഥാപാത്രം വന്നതിന് ശേഷമുള്ള കുറച്ച് പരിപാടികളുണ്ട്. അവിടെ നടക്കുന്നത് ഇനി പന്നിപ്പൊളി എന്ന് പറയുന്ന സമയത്ത് കാണിക്കുന്ന കുറച്ച് പരിപാടികൾ വെട്ടി വെച്ച് മറ്റേ മൊത്തം പാറി ഭയങ്കര ജഗപൊക ഐറ്റം അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ ക്ലൈമാക്സ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഭയങ്കര നേർക്കുള്ള സംഘട്ടനം എന്ന് പറയുന്ന സംഭവം അതിന്റെ ഇടയിൽ കൊടുത്തൊരു കോമഡി ഉണ്ട്, അത് വളരെ നന്നായിട്ടുണ്ട്. അത് മൊത്തത്തിൽ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട്
പിന്നെയും പറഞ്ഞു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കറക്റ്റായിട്ട് തുടക്കം മുതലേ നമ്മളിത് കണക്ഷൻ കിട്ടി പോയിട്ടില്ലെങ്കിൽ, നമ്മൾ തന്നെ ആലോചിച്ചത് ഇങ്ങനെ ആയിരിക്കും കറക്റ്റ് ടൈം നമ്മൾ തന്നെ ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലായെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അവസാനം ആകുമ്പോഴേക്കും ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് തരുന്നുണ്ട്. ബട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ സ്വയം മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ക്രിപ്റ്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത്ര ഇനി കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ കഥാപാത്രങ്ങളും ഇതിലെ സാഹചര്യങ്ങളും അത്ര അധികം ഉണ്ട്. ഇതെല്ലാം നടക്കുന്നത് അവസാനം, അതായത് നമ്മൾ പറയില്ല എല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം നമ്മളെ അഞ്ചെത്തിക്കഴിഞ്ഞെന്ന് പറയുന്ന പോലെ ഇതിലെ മെയിൻ പ്ലോട്ടിലേക്കാണ് ഇതെല്ലാം കണക്ട് ആയിട്ട് വരുന്നത്. അത് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. അത് നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് അത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസമുള്ളൊരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ജീവ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ്. ജീവ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ട് പുള്ളിക്കാരൻ ഇത്തരം കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സൗണ്ടും ഒക്കെ, പുള്ളി ഇപ്പോൾ സരിഗമപയിലൊക്കെ ആങ്കർ ചെയ്യുന്ന സമയത്ത് പുള്ളിന്റെ സൗണ്ട് മോഡുലേഷൻസ്, അതിന്റെ തമാശ പറഞ്ഞ രീതി, ഇതൊക്കെ കണ്ട് നമുക്ക് ഈ ഒരു വില്ലൻസിലേക്ക് അക്സെപ്റ്റ് ചെയ്യണ ബുദ്ധിമുട്ടേ ഉള്ളൂ. ബട്ട് പുള്ളിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്. അത് ക്യാമറ ഇങ്ങനെ ലോ ആംഗിളിലൊക്കെ വെച്ചിട്ട് ഒരു സാധാ വണ്ടി, അത് എനിക്കറിയില്ല, ഒരു വൻ വണ്ടിയാണ്, എനിക്കറിയാം, എനിക്ക് അങ്ങനെ വലിയ ഒരു ക്രൈസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ആ വണ്ടി വന്നിട്ട് അതിന് ഇറങ്ങുന്ന ഒരു സാധനം, മറ്റേ ആ സിഗരറ്റ് വലിച്ചിങ്ങനെ പുകയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ഇറക്കുണ്ട്. എൻ്റെ അമ്മ എന്തൊരു ഇറക്കം, ഒരു വരവക്കുണ്ട് അറിയില്ല, അതേപോലത്തെ ഒരു പരിപാടി. അത് നൈസായിട്ടുണ്ട്. എല്ലാം കൊണ്ടും സൂപ്പർ സിനിമയാണ്. 100% വർത്ത് വാച്ച്. എനിക്ക് തോന്നുന്നൊരു 8 out of 10 കൊടുക്കാൻ പറ്റുന്ന സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ല മ്യൂസിക്കും പരിപാടികളൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ തിയേറ്ററിലാണെന്ന് അതുകൊണ്ട് പറഞ്ഞുള്ളൂ. ഇനി ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതും നമ്മൾ രേഖപ്പെടുത്തുക. കാരണം എനിക്കിപ്പോൾ ഞങ്ങൾ 4-5 പേര് കണ്ടിട്ട് ഒരാൾക്കാണ് അത് വല്ലാണ്ട് കണക്ട് ആവുക, ബാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഈ ഒരാൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, കണക്ഷൻ കിട്ടിയിട്ടില്ല. സോ അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. കാരണം ഈ റിവ്യൂ കണ്ടുപോകുന്ന ആളുകൾക്ക് കമന്റോടെ കണ്ട് നല്ലൊരു തീരുമാനത്തിൽ എത്താൻ സാധിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതോടെ കാണുന്നവരെ ടാറ്റാ.